പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ ഷിരൂരിൽ നടന്ന അപകടം, ഷിരൂരിൽ അങ്കോളയിൽ നടന്ന അപകടം. ഉത്തര കന്നഡയിൽ 3300 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തുമ്പോൾ 2 ദിവസം കൊണ്ട് ആ പ്രദേശത്ത് 554 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയപ്പോഴാണ് ഒരു കുന്ന് അപ്പാടെ ഇടിഞ്ഞു പോകുന്നത്. അന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഷിരൂരിന്റെ പശ്ചാത്തലത്തിൽ. അങ്കോളയിലെ പല നാഷണൽ ഹൈവേ 66 ഇതേ നാഷണൽ ഹൈവേയുടെ തുടർച്ചയാണ് കേട്ടോ, NH66 ആണ്. ആ NH6ന്റെ പല ഭാഗങ്ങളിലെയും മല വെട്ടിത്തുരന്നു പോയിരിക്കുന്നത് അശാസ്ത്രീയമായിട്ടാണ്. അവിടെ സ്ലോപ്പുകൾ അശാസ്ത്രീയമായിട്ടാണ് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ആരും അതിന് നടപടിയെടുത്തില്ല. കാരണം എന്താ? ഈ പ്രോജക്റ്റുകളുടെ പിന്നിലുള്ള കോൺട്രാക്ടർമാർക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിലുള്ള അമിതമായ സ്വാധീനം, അവർക്ക് കേന്ദ്ര സർക്കാരുമായിട്ടോ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കുമായിട്ടുള്ള സ്വാധീനം. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. പെരിയയിൽ 2022 ഒരു വലിയ പാലം തകർന്നു വീണത്. പെരിയയിലെ ആ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തിരുന്ന കമ്പനിയുടെ പേരെന്താണെന്ന് അറിയാമോ? മേഘ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. എന്താ കമ്പനിയുടെ പ്രത്യേകത? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൈസ ഇലക്ട്രൽ ബോണ്ടായി BJPക്ക് കൊടുത്ത ഒരു കൺസ്ട്രക്ഷൻ ഏജൻസി ആയിരുന്നു മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. എത്രയാ കൊടുത്തതെന്നറിയാമോ? 584 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായിട്ട് BJPക്ക് കൊടുത്തു. 140 കോടി രൂപ മാർച്ച് മാസം 2023 ഇലക്ട്രൽ ബോണ്ടായിട്ട് കൊടുക്കുന്നു. ഏപ്രിൽ മാസത്തിൽ 14,400 കോടി രൂപയുടെ ബോംബെ ടണൽ പ്രൊജക്ട് മേഘയുടെ കൈവെള്ളയിൽ എടുത്തു കൊടുക്കുന്നു.